ഞാനിപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, ഈ എന്തിനായിരുന്നു സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റി? ആവശ്യമുള്ള കാര്യം അല്ല, ഞാനതിനെതിരായിരുന്നു. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. കാരണം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആരോഗ്യമുള്ള ഒരാൾ എങ്ങനെയാണ് പിന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രം അയോഗ്യരാകുന്നത്? അതന്ന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അഭിപ്രായക്കാരനാണ് ഞാൻ. അത് മാത്രമല്ല ഇതിൻ്റെ അകത്തൊരു അങ്ങനെയാണെങ്കിൽ ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഒന്നത്. രണ്ട്, സുധാകരൻ്റെ ഭാഗത്തോട്ട് വീഴ്ചയുണ്ട്. അദ്ദേഹം നിയമസഭ മത്സരിക്കുന്നുണ്ടായിരുന്നു, ലോക്സഭ മത്സരിക്കും. അതെ, വേണ്ടാന്ന് പറയണത് കർശനമായി കർശനമായിട്ട് പറയണം. അടൂർ പ്രകാശിന് വരെ വഴിയില്ല, കാരണം അവിടെ അടൂർ പ്രകാശ് മത്സരിച്ചില്ല, തോറ്റുപോകും. അതെ അതെ അതെ. പക്ഷെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിലും കണ്ണൂർ ജയിക്കും, കണ്ണൂർ ജയിക്കും. അത് സുധാകരൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക്. അതെ. എന്തായാലും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ UDFൻ്റെ ഒരു പ്രോസ്പെക്ട്സ് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറയുന്നത് നല്ലൊരു ഭൂരിപക്ഷം UDFനുണ്ടാവും. എന്തുകൊണ്ടാണ്? അതായത്, ഒന്ന് ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട്. പിന്നെ ധിക്കാരപരമായിട്ടുള്ള പിണറായിൻ്റെ ഒരു പെരുമാറ്റത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരുപാട് അസംതൃപ്തരുണ്ട്. ഒരു പലരും പറഞ്ഞത്, ഇനിയും ഞങ്ങൾ ജയിച്ചു വന്നാൽ പാർട്ടി തീരും. എന്നോട് വഴി വെച്ച് പലരും പറയാറുണ്ട്, താങ്ക് യു ഷാജൻ, ഞങ്ങളുടെ പാർട്ടിയെ സംരക്ഷിക്കുന്നത് നിങ്ങളാണ്. കാരണം ഈ പിണറായി നിരന്തരം വിളിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഫീലുണ്ട്. ആ പിണറായിയുടെ ഒരു അധികാരപരമായിട്ടുള്ളൊരു പെരുമാറ്റം കാരണം സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ നിരാശരാണ്. അതെ. ഇപ്പോൾ ഒരിക്കലും ഇല്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ക്യാപ്റ്റൻ. അതെ. EMS പോലും കിട്ടിയിട്ടില്ല. അത് EMS അതിൻ്റെ ഏറ്റവും വലിയ താത്വിക ആചാരനായിട്ട് നിന്ന കാലത്ത് പോലും പവർഫുള്ളായിട്ട് മുഴുവൻ നിയന്ത്രണവും. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപ്രമാദിത്വം ഉണ്ടായില്ല. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി മാറ്റുകയാണ് ആ പാർട്ടികൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവരുടെ പുതിയ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ശരിക്കുള്ള CPMൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചാണെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ചെയ്യുക. അതെ. ഇത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മൂന്നാമതാണ് നിൽക്കുന്നത്, സംസ്ഥാന സെക്രട്ടറി രണ്ടാമൻ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ രണ്ട് സെക്രട്ടറിമാരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ സാധാരണ പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വികാരം ഉണ്ടാകുന്നുണ്ട്. അവർ കണ്ടു ശീലിച്ച രീതിയല്ല എപ്പോഴും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, പയ്യന്നൂരിൽ എന്തുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ മാറിയത്?